ശബരിമല കേസിൽ, സ്വർണ്ണക്കൊള്ള കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം കിട്ടി. ഇതിൽ ജാഗ്രതക്കുറവ് അന്വേഷണത്തിൽ ഉണ്ടായിട്ടുണ്ടോ? എവിടെയൊക്കെ എന്തോ പാളിച്ച ഉണ്ടായിട്ടുണ്ടെന്ന് സംശയിക്കേണ്ടി വരും. ഒന്നാമത്തെ കാര്യം, ഇത് വളരെയധികം ജനങ്ങൾ ശ്രദ്ധിച്ചൊരു കേസാണ്. 2, കൊള്ള നടന്നു എന്നുള്ളത് ഉറപ്പാണ്. അതിനുള്ള എല്ലാ തെളിവുമുണ്ട്. കൊള്ളയ്ക്ക് രേഖാമൂലം തെളിവുള്ള ഒരു കേസാണിത്. കാരണം ഇന്നയാൾ കൊണ്ടുപോയിരിക്കണം, അതെല്ലാം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഇതിനകത്ത് രേഖാമൂലം അനുമതി കൊടുക്കേണ്ട തന്ത്രി രേഖാമൂലം അനുമതി കൊടുക്കാത്തതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ സംശയാസ്പദമായിട്ടുള്ള ബന്ധങ്ങളും ഇത്തരം കേസിലെ വഴിവിട്ട തരത്തിലുള്ള പെരുമാറ്റം ഉണ്ടായിക്കാനുള്ള സംശയം എല്ലാം കൂടെ ചേർന്ന് തന്ത്രി പോലും ഇപ്പോൾ ജയിലില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അങ്ങേയറ്റം ജനങ്ങൾ ശ്രദ്ധിക്കുന്ന, അങ്ങേയറ്റം കേരളത്തെ സ്പർശിക്കുന്ന, എന്നാൽ ധാരാളം തെളിവുകളുള്ള, കൊള്ള നടന്നു എന്ന് ഉറപ്പുള്ളൊരു കേസ്. അതിനകത്തെ 1-ാം പ്രതി സ്വാഭാവിക ജാമ്യം എന്നാണ് പറയുന്നത്. സ്വാഭാവിക ജാമ്യം സമയത്ത് കുറ്റപത്രം കൊടുത്തില്ലെങ്കിൽ സ്വാഭാവിക ജാമ്യം കിട്ടും. സമയത്ത് കുറ്റപത്രം കൊടുത്തില്ല എന്നുള്ളത് ചെറിയ തെറ്റൊന്നുമില്ല, വലിയൊരു തെറ്റ് തന്നെയാണ്. ജാമ്യം കിട്ടി ഇറങ്ങുന്ന സ്ഥിതിയിലേക്ക് വരുത്തി, അയാൾക്ക് ജാമ്യം കിട്ടി. ഏതൊരു കേസിലൊരു ചോദ്യമുണ്ട്. ഒരു കോടതിയുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ജാമ്യം ഒരാൾക്ക് കൊടുക്കാതിരിക്കുന്നു? അയാളെ പിടിച്ച് ബന്ധനസ്ഥനാക്കി വയ്ക്കുന്നു. ഒന്നുകിൽ അയാൾ രാജ്യം വിട്ടു പോകാനോ ഒളിച്ചോടി പോകാനോ സാധ്യതയുണ്ട്. ഇതൊന്ന്. അതായത് അയാളെ പിടിച്ചു വച്ചില്ലെങ്കിൽ കുഴപ്പമാണ്, ഇയാൾ രക്ഷപ്പെട്ടു പോകും എന്നുള്ള സംശയമാണ് ഒന്ന്. ഇയാൾ അവിടെ പോകില്ലായിരിക്കും, പാസ്പോർട്ടൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ട്, ഇയാൾ അവിടെ പോയാലും എല്ലാവരും അറിയുന്നുള്ളതുകൊണ്ട് സംഭവിക്കില്ലായിരിക്കും. പക്ഷേ തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളത് രണ്ടാമത്തെ കാര്യം. 3, ഇങ്ങനെ നടക്കുന്നൊരു വ്യക്തിക്ക് അദ്ദേഹത്തിന് ഇനി അന്വേഷണത്തെ നേരിടാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. പല വഴിക്കും നിയമപരമായിട്ടുള്ള പല പല ബന്ധങ്ങളും വെച്ചിട്ടും എപ്പോഴും തന്നെ അദ്ദേഹത്തിന് നല്ല അഡ്വക്കേറ്റ്സിൻ്റെയൊക്കെ സഹകരണത്തോടിയിട്ട് കേസിന് വഴിയിരിക്കാൻ ഒക്കെ പലതും പല രീതിക്കും തെളിവ് നശിപ്പിക്കുന്നതാണ് ഏറ്റവും പ്രധാനം. ഇതിനൊക്കെ സംഭവിക്കില്ലേ എന്നൊരു ചോദ്യം. ഇനി പിന്നെ ഒരു ചോദ്യം കൂടെ. ഈ 1-ാം പ്രതിയുടെ അയാൾ കൂടെ നടക്കുന്ന അന്വേഷണം അയാൾ വഴി മറ്റു പലരിലേക്കും പോയാൽ ഈ 1-ാം പ്രതിക്ക് നാളെ ജീവന് ഭീഷണിയുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സംരക്ഷണം എന്ന് പറയുന്നത് ജയിൽ തന്നെയാണ്. ഒരു സിമ്പിൾ ചോദ്യം. കേസ് ഉണ്ടായിട്ടില്ല, വലിയൊരു ചോദ്യം ചെയ്യലൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷേ ഒരു പ്രമുഖ വ്യവസായി ആത്മഹത്യ ചെയ്തില്ലേ കുറച്ച് ദിവസം മുമ്പ്? അതും വേറൊരു ഒരു ഇൻകം ടാക്സ് അന്വേഷണം വന്നത്. അതിനെക്കുറിച്ച് ഒരു റിട്ടയേർഡ് IPS ഉദ്യോഗസ്ഥൻ ഒരു യൂട്യൂബ് ചാനൽ ചർച്ച പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ആ ചോദ്യങ്ങൾ IT ഡിപ്പാർട്ട്മെൻറ്റും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റും ED ഒക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതിൽ നല്ലത് അദ്ദേഹത്തിന് ആത്മഹത്യ തന്നെയാണ്. കാരണം അതിന് മാത്രം കാര്യങ്ങൾ അവിടെ ഒളിപ്പിച്ചിട്ടുണ്ടാവും. അതൊക്കെ ഒളിഞ്ഞ് തന്നെ ഇരിക്കണമെങ്കിൽ നല്ലത് അത് തന്നെയാണ്. അപ്പോൾ അതൊരു ചോദ്യമാണ്. അദ്ദേഹം ആത്മഹത്യയാണെന്നും കൊലപാതകമാണെന്നും 2 വർഷം, പക്ഷേ തെളിഞ്ഞിരിക്കുന്നത് നിലവിൽ കിട്ടിയിരിക്കുന്ന പ്രാഥമിക തെളിവ് പ്രകാരം അതൊരു ആത്മഹത്യയാണ്. ആയിക്കോട്ടെ. ഈ പറഞ്ഞ 1-ാം പ്രതി, അതും കേസുള്ള, ചോദ്യം ചെയ്യപ്പെട്ട, പലരെക്കുറിച്ചും പല തെളിവും കൊടുത്തിരിക്കുന്ന ഒരു പ്രതി നാളെ ഇത് വലിയ അന്താരാഷ്ട്ര മാഫിയയിലേക്കൊക്കെയാണ് വിരൽ ചൂണ്ടാൻ പോകുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ അപകടം ഇല്ലേ? ഒരു സ്വാഭാവികമായിട്ടുള്ള ചോദ്യമാണ്. ഇത് കേരളത്തിൽ ഏത് കൊച്ചു കുഞ്ഞും ചോദിക്കുന്ന ചോദ്യമാണ്. CJ റോയ് കഴിഞ്ഞ ആഴ്ച ആത്മഹത്യ ചെയ്തത്. അപ്പം തൊട്ടു പുറകെ ഇവിടെ അതും ഒരു 1-ാം പ്രതിയായിട്ടൊരാൾ, വളരെ സംശയിക്കപ്പെടുന്നൊരു വ്യക്തി, ദൈവതുല്യന്മാരിലേക്കും അധികാര ദല്ലാൾമാരിലേക്കും വലിയ അധികാര സ്ഥാനങ്ങളിലേക്കും കൈവിരൽ ചൂണ്ടാൻ പറ്റുന്നൊരു വ്യക്തി ഇപ്പോൾ ജാമ്യം കെട്ടി വെളിയിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ കേസിൻ്റെ ഭാവി എന്താകും? ഈ പ്രതിയുടെ ഭാവി എന്താകും? ഇത് പല ചോദ്യങ്ങളിവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജാമ്യം, സ്വാഭാവിക ജാമ്യം, സംശയാസ്പദമാണ്. ഇവിടെ എവിടെയാണ്, ആർക്കാണ് പാളിച്ച പറ്റിയത്, ആർക്കാണ് തെറ്റ് പറ്റിയത്, ആർക്കാണ് ജാഗ്രതക്കുറവുണ്ടായത്? ഇത്തിരി ചോദ്യമാണ്. ശബരിമല പോലൊരു വലിയ വിശ്വാസി കേന്ദ്രത്തിൽ, ആരാധനാ കേന്ദ്രത്തിൽ പലതരത്തിലുള്ള സുരക്ഷാ സംവിധാനം, അല്ലെങ്കിൽ പല ഘട്ടങ്ങൾ, പല ഇതിലുള്ള തരങ്ങളിലുള്ള നിരീക്ഷണ സംവിധാനങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. എല്ലാ നിരീക്ഷണ സംവിധാനവും വച്ചുകൊണ്ടാണ് കൊള്ള നടത്തിയത്. ഫോർ എക്സാമ്പിൾ 2018 ശബരിമല പ്രക്ഷോഭം നടക്കുന്നത്. അന്ന് ഹിന്ദു സംഘടനാ പ്രവർത്തകർ അവിടെ യുവതീ പ്രവേശനം തടയാൻ വേണ്ടിയിട്ട് വരും എന്നുള്ള സംശയം കൊണ്ട് 15,000-ഓളം പോലീസുകാരെയാണ് വിന്യസിച്ചിരുന്നത്. അപ്പം 2018 2019 കുറച്ച് കലാപകലുഷിതമായിരുന്നു, നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പം പിന്നീടാണ് കോവിഡൊക്കെ വരുന്നത്. 15,000-ഓളം പോലീസുകാരെയും കാവൽ നിർത്തി നടത്തിയൊരു കൊള്ളയല്ലേ ഇത് ചെറിയ സംഭവമൊന്നുമല്ലോ.
അന്ന് അവിടെ കയറണമെങ്കിൽ ആ സമയം തൊട്ട് കയറണമെങ്കിൽ നമ്മൾ ആധാർ കാർഡ് ഉൾപ്പെടെ കാണിക്കണം, ഓൺലൈൻ രജിസ്ട്രേഷൻ വേണം. അപ്പോൾ ചുമ്മാ ഒരുത്തിന് ഓടി വന്നിട്ട് ഒന്നും എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. രേഖാമൂലം വന്ന ഒരുത്തിന് മാത്രമേ അവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. സർക്കാരും ഞാൻ ഇടയ്ക്ക് സൈറ്റ് നോക്കാറുണ്ട്, ദേവസ്വം സൈറ്റിൽ പോയിട്ട് നമ്മൾ നോക്കുമ്പം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മുടെ ആധാർ ഡീറ്റെയിൽസ് കൊടുത്താൽ മാത്രമേ നമുക്ക് പാസ് കിട്ടുന്നുള്ളൂ. പിന്നെ ഇനിയിപ്പോൾ അത് ഓൺലൈൻ ബുക്ക് ചെയ്യാണ്ട് പോവുകയാണെങ്കിലും ആദ്യം ശബരിമലയിൽ അതിന് മുമ്പായിട്ട് നമ്മൾ നിലയ്ക്കൽ ചെന്നിട്ട് പാസ് എടുത്ത് വേണം പോകാൻ. ഞാനും പോയിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ ചുരുക്കത്തിൽ അണ്ടർ കംപ്ലീറ്റ് പോലീസ് സർവൈലൻസ് ആണ് ശബരിമല. അവിടെ പോകുന്ന വഴിയിൽ CCTV ക്യാമറകൾ, ചെല്ലുന്ന ആൾക്കാർ മുഴുവൻ പാസ്സുള്ളവരാണോ അല്ലയോ എന്ന് നിലയ്ക്ക് തൊട്ടുള്ള നിരീക്ഷണം, അവിടുന്ന് പമ്പയിലുള്ള നിരീക്ഷണം, അവിടെ നിന്ന് മെറ്റൽ ഡിറ്റക്ടറിലൂടെ കയറുന്നു, പിന്നെയും ക്യാമറകൾ കൂടെ പോകുന്നു. ഇത് കഴിഞ്ഞിട്ട് പിന്നെയും മുന്നോട്ട് പോയിട്ട് നമ്മൾ പോകുന്ന വഴിയിൽ വെച്ച് വീണ്ടും പരിശോധന, പാസ്സുണ്ടോ എന്നുള്ള ചോദ്യം, എല്ലാം കഴിഞ്ഞ് സന്നിധാനത്ത് നിന്ന് തൊഴുതു പോരുന്നു. ഒരു സാധാരണക്കാരൻ, പാവപ്പെട്ട മര്യാദക്കാരനായിട്ടുള്ള ഒരു ഭക്തൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ പോകണം എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഇന്ത്യൻ പ്രസിഡൻ്റൊക്കെ ആണെങ്കിൽ ഇത്രയും പ്രശ്നമുണ്ടെന്ന് തോന്നില്ല. പക്ഷേ സ്വർണം പോയി. അപ്പോൾ ഇത് എന്തുതരം കൊള്ളയാണ് നടന്നേക്കണേ. ഇനി അവിടെയുള്ള മേൽനോട്ടങ്ങൾ എന്തൊക്കെയാണ്? അവിടെ ശബരിമല എല്ലാ കാര്യത്തിലും ജുഡീഷ്യൽ മേൽനോട്ടങ്ങൾ തന്നെ 2-3 ലെയറിലുണ്ട്. ഒന്ന് ഓംബുഡ്സ്മാനാണ്, റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി ആണ് അവിടെ ഇരിക്കുന്നത്. പിന്നെ സ്പെഷ്യൽ കമ്മീഷൻ എന്നൊരാൾ, എനിക്ക് ആ പോസ്റ്റിനെ കുറിച്ച് കൂടുതൽ വ്യക്തമായിട്ട് അറിയില്ല, പക്ഷേ ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ ഒരു ജില്ലാ ജഡ്ജിയാന്ന് തോന്നുന്നു. പിന്നെ ദേവസ്വം ബെഞ്ച്, ജസ്റ്റിസ് പരിപൂർണൻ്റെ കാലം തൊട്ടങ്ങാണ്ട് ശബരിമലയിലെ കാര്യങ്ങൾക്ക് ദേവസ്വം ബെഞ്ചിൻ്റെ മേൽനോട്ടമുണ്ട്. ഇത്രയും മേൽനോട്ടമൊക്കെ ഉണ്ടായിട്ടും ഇത്രയും ജാഗ്രത ഉണ്ടാവേണ്ടിയിരുന്നൊരവസ്ഥ. അതായത് 3 ജുഡീഷ്യൽ ഓഫീസർമാരുടെ അവരോട് റിപ്പോർട്ട് ചെയ്യണം ഈ ദേവസ്വം മുഴുവൻ. എന്നിട്ട് നല്ല ഭംഗിയായിട്ട് സ്വർണം കടത്തിക്കൊണ്ടുപോയി. ഇവരൊന്നും അറിയാതെ അവിടെ വെച്ച് റിപ്പയർ ചെയ്യേണ്ട സാധനം അത് അവരുടെ റിപ്പയർ ചെയ്യാതെ. ഭരണപക്ഷമോ പ്രതിപക്ഷമോ ഇതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. എന്തു വന്നാലും ദേവസ്വത്തിൽ 2 തരം ജീവനക്കാരുണ്ട്. മര്യാദയ്ക്ക് ടെസ്റ്റ് ഇൻ്റർവ്യൂ എഴുതി കയറി വരും, രാഷ്ട്രീയ സംവിധാനങ്ങളുടെ ഭാഗമായിട്ട് കയറുന്നത്. ഈ രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് കയറിയവരിൽ 2 കൂട്ടർ അതിലുമുണ്ട്. ഇടതിൻ്റെ ആൾക്കാരുണ്ട്, വലതിൻ്റെ ആൾക്കാരുമുണ്ട്. ഇടതിൻ്റെ കാലത്ത് വല്ലതും നടക്കുകയാണെങ്കിൽ വലത് റിപ്പോർട്ട് ചെയ്യണം. ഇതൊന്നും നടന്നിട്ടില്ല. എല്ലാവരും കണ്ണടയ്ക്ക് ചെയ്തേക്കുന്നത്. അയ്യപ്പൻ്റെ മുതൽ കേട്ടപ്പോൾ എല്ലാവരും കണ്ണടച്ചു. ഇന്നിപ്പം ഭരണപക്ഷവും പ്രതിപക്ഷവും അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങളും ആരോപണങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പാപത്തിൽ 2 പേർക്കും കൈയുണ്ട്, ഇവർക്ക് ആർക്കും കൈ കഴുകാനൊന്നും പറ്റുമൊന്നുമില്ല. ഈ ജീവനക്കാരെയൊക്കെ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ രാഷ്ട്രീയപരമായിട്ട് നിയമനം നടന്നിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറഞ്ഞാൽ അത് തന്നെ ദേവസ്വമായിരിക്കും. അതിൻ്റെ പല തലങ്ങളിൽ, പല ഘട്ടങ്ങളിൽ. പണ്ടൊക്കെ ഇങ്ങനെ ദേവസ്വം ബോർഡ് കോളേജിൽ പഠിച്ച ആളാണ്. ചില ടീച്ചേഴ്സൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു, ഇത്രയൊക്കെ ലക്ഷമൊക്കെ കൊടുത്തിട്ടുണ്ട്. പണ്ടത് പറഞ്ഞൊരു ടീച്ചറെ എനിക്കറിയാം, ആളിൽ ജീവിച്ചിരിപ്പില്ലെന്ന്. അവർ പിന്നെ മരിച്ചുപോയി. പക്ഷേ അന്ന് കൊടുത്ത തുക ഇത്ര എന്നൊക്കെ പറഞ്ഞ ചില സന്ദർഭങ്ങളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരു ദേവസ്വം, അടിമുടി അഴിമതി, ഓരോ പോസ്റ്റിൽ കയറണമെങ്കിൽ അതിന് പൈസ, പിന്നെ മറ്റെന്തൊക്കെ തട്ടിപ്പുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും വലിയ വരവുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. കാരണം ഇപ്പോൾ ഈ കോടതി, ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണല്ലോ എല്ലാ കാര്യങ്ങളും നടന്നിട്ടുള്ളത്. അതെ അതെ. എന്നിട്ടും ഇത്തരത്തിൽ എങ്ങനെയാണ് വീഴ്ച സംഭവിക്കുക? അതാണ് ഒട്ടും മനസ്സിലാവാത്തത്. ഹൈക്കോടതി ഇത്രയ്ക്കധികം SIT അന്വേഷണത്തിന് ഹൈക്കോടതിയുടെ മേൽനോട്ടം, ശബരിമലയിലെ ദൈനംദിന കാര്യങ്ങൾക്ക് ഓംബുഡ്സ്മാൻ്റെ മേൽനോട്ടം, തീർത്ഥാടനം മുഴുവനായിട്ട് വരുമ്പോഴത്തേക്കും സ്പെഷ്യൽ കമ്മീഷണർ, ദേവസ്വം ബെഞ്ച്, ഓംബുഡ്സ്മാൻ എല്ലാവരും നോക്കി നിൽക്കുന്നു. അല്ലാത്ത ഘട്ടങ്ങളിൽ എന്തെങ്കിലും ഒരു പ്രത്യേക ഇതുണ്ടെങ്കിൽ ദേവസ്വം ബെഞ്ചിൻ്റെ അനുമതി വേണം. ഇപ്പോൾ ചെറിയ എക്സാമ്പിൾ പറഞ്ഞാൽ, വാജിവാഹനം തന്ത്രിക്ക് കൈമാറി എന്ന് പറയുമ്പോൾ അത് അന്നത്തെ ദേവസ്വം ബെഞ്ച് അപ്രൂവ് ചെയ്തിട്ടാണ് കൈമാറിയെന്നാണ് തോന്നുന്നത്. കാരണം അങ്ങനെ ഒരു വാർത്ത കണ്ടിരുന്നു. അങ്ങനെയെങ്കിൽ അത്തരം ഒരു കാര്യത്തിന് ആചാരപരമായിട്ട് തന്ത്രിക്ക് കൊടുക്കാം, കുഴപ്പമില്ല. തന്ത്രശാസ്ത്രത്തിൽ അങ്ങനെ പറയുന്നു എന്നുള്ളതുകൊണ്ട് ഓക്കെ, കൊടുത്തോട്ടെ. അത് കൊടുക്കുമ്പോഴും ദേവസ്വം പോലെ ഡിപ്പാർട്ട്മെൻ്റ് ആകുമ്പോൾ അതിന് പ്രത്യേക അനുമതി ഉണ്ടായിട്ടുണ്ടോ എന്നൊരു ചോദ്യം വരാം. അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ദേവസ്വം ബോർഡിൻ്റെ അനുമതിയോടുകൂടി, ദേവസ്വം ബെഞ്ചിൻ്റെ അനുമതിയോടുകൂടി കൈമാറ്റം ചെയ്തിരിക്കുന്നതാണല്ലോ രേഖകൾ തെളിയിക്കുന്നത്. അത്രയൊക്കെ ഉണ്ടായിട്ടും ഈ കൊള്ള നടന്നത് 2019 മറ്റോ ഒരു കൊള്ള നടന്നിട്ട് അതിപ്പോഴാണോ അറിയണത് എന്നൊരു ചോദ്യമുണ്ട്. പിന്നീട് നടന്ന റിപ്പയറിങ്സ്, പല പല സാധനങ്ങൾ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു, എന്തൊക്കെയോ കാണാണ്ടാവുന്നു, ചെമ്പുപാളി എടുത്തുകൊണ്ട് പോകുന്നു, സ്വർണം കാണാണ്ടാവുന്നു, സ്വർണം ചെമ്പായിട്ട് മാറുന്നു. ഇതൊക്കെ വിവാദങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ മാത്രമാണ് ഇതിനൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുന്നത്. ഇതിനിടയ്ക്കാണ് SITയുടെ അന്വേഷണം. SIT അന്വേഷണം നന്നായിട്ട് മുന്നോട്ട് പോയേനെ. പക്ഷേ SITയിലുള്ള വിശ്വാസം ജനങ്ങൾക്കുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. വേറൊന്നുമല്ല, ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അച്ഛൻ, അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി പല നടപടിയും ഉണ്ടായില്ലേ, അതിനെ കോടതി വിമർശിച്ചില്ലേ. അപ്പോൾ ഈ SIT ശരിക്ക്
ഈ കോടതി തന്നെ സർട്ടിഫൈ ആണ് അവർ നന്നായി കാര്യക്ഷമമായിട്ട് അന്വേഷിക്കുന്നത് പറയുമ്പോഴും എന്തുകൊണ്ട് ഒരു മുൻ ദേവസ്വം മെമ്പറെ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ IPSകാരൻ്റെ അച്ഛനായ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നതിൽ പല തരികിടകളും കാണിച്ചതെന്തിനാണ്? അതിൽ തരികിട കാണിക്കുന്നവർ പലതിലും തരികിട കാണിക്കില്ലേ? അങ്ങനത്തെ തരികിടയുടെ ഭാഗമാണോ ഈ കുറ്റപത്രം കൊടുക്കാൻ വൈകലും ഈ സ്വാഭാവിക ജാമ്യവും? അങ്ങനെയെങ്കിൽ ഈ ജാമ്യം കിട്ടിക്കഴിയുമ്പോൾ ഇനി നാളെ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? ഈ കേസ് അട്ടിമറിക്കപ്പെടാനാണോ പോകുന്നത്? പ്രതികൾക്ക് ജീവാപായമാണോ ഉണ്ടാകാൻ പോകുന്നത്? എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇതിനൊക്കെ ഒരു മറുപടി കിട്ടാനുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപക്ഷെ ഇപ്പം കണ്ട വാർത്തയനുസരിച്ച് ഉണ്ണികൃഷ്ണൻ പോയിട്ട് ഈ മാധ്യമങ്ങളുടെ മുന്നിൽ അഭിമുഖം ഒന്നും കൊടുക്കാൻ പാടില്ല. ഇതങ്ങനെയല്ലോ. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് പോലീസ് സംരക്ഷണം കൂടെ കൊടുക്കുക വേണ്ടത്. പോലീസ് മോണിറ്ററിങ്ങിൽ തന്നെ നിൽക്കുക വേണ്ടത്. അദ്ദേഹം എവിടേക്ക് യാത്ര ചെയ്യുന്നു, ലിമിറ്റേഷൻ ഉണ്ടാവും, ജില്ല വിട്ട് പോകാൻ പാടില്ല എന്നൊക്കെ പറയായിരിക്കും. എങ്കിൽ പോലും അതൊരു പ്രതിക്കുള്ള സുരക്ഷ അവിടെ കൊണ്ട് പൂർണ്ണമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിനകത്ത് അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘങ്ങളുണ്ടെങ്കിലോ, അവരിലേക്ക് വിരൽ ചൂണ്ടുന്ന വിധത്തിൽ പോകുന്ന അന്വേഷണത്തെ തടുത്തു നിർത്തേണ്ട ആവശ്യം അവർക്കുണ്ടെങ്കിലോ എന്ത് സംഭവിക്കാം? എന്തും സംഭവിക്കാം. അങ്ങനെ എന്ത് സംഭവിക്കാമെങ്കിൽ കാര്യങ്ങൾ ശരിയായ വിധത്തിലല്ല മുന്നോട്ട് പോകുന്നത്. എവിടേക്ക് എന്തൊക്കെയോ പാളിച്ച കാണുന്നുണ്ട്. ഇപ്പോൾ ഈ കോടതി പറയുമ്പോഴാണ് പലപ്പോഴും SIT പല പ്രതികളെയും ചോദ്യം ചെയ്യുന്നത്, അറസ്റ്റ് ചെയ്യുന്നത് ഒക്കെ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ചില സമയത്ത് കോടതി ഇതിനെ ന്യായീകരിക്കുന്ന, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു സാങ്കേതികതയെ കോടതിക്ക് ന്യായീകരിക്കാം, അത് തെറ്റൊന്നുമില്ല. പക്ഷേ ആ സാങ്കേതികത തന്നെ എല്ലാവരുടെയും കേസിൽ ആപ്ലിക്കബിൾ ആവുന്നില്ല. ഉദാഹരണത്തിന് സ്വാഭാവിക ജാമ്യം കിട്ടി, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുന്നതിൻ്റെ തടസ്സമല്ല എന്ന് പറയുന്നു. എങ്കിൽ പിന്നെ എല്ലാ ജാമ്യ കേസിലും അതുപോലെ വരണ്ടേ? ഈ ഇടക്കാല കുറ്റപത്രം സമർപ്പിക്കാൻ ചാൻസ് ഉണ്ടായിരുന്നു തോന്നുന്നു. അത് എന്തുകൊണ്ടാണ് അത് അതും ചെയ്തില്ല. അവിടെ അങ്ങനെയുള്ള പല പല ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇക്കാര്യത്തിൽ SITയുടെ കാര്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? SIT ശരിയായ രീതിക്കാണോ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇവരുടെ അന്വേഷണം നടത്തുന്നത്? ഇതൊരു വലിയൊരു ചോദ്യമായിട്ട് മുന്നിരിക്കുക. ആ ചോദ്യങ്ങൾ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണ്. നിലവിൽ നമുക്ക് ഉത്തരവില്ല. ഭാവിയിൽ ഉണ്ടാകുന്ന സംഭവങ്ങളായിരിക്കും നമുക്കൊരു ഉത്തരം കാണിച്ചു തരുന്നത്. അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ച് ഇനി കോടതി നടത്താൻ പോകുന്ന വിലയിരുത്തലായിരിക്കും. എന്തായാലും ഇക്കാര്യത്തിൽ അന്വേഷണത്തിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന ദേവസ്വം ബെഞ്ച് കൂടുതൽ ജാഗ്രതയോടെ, കൂടുതൽ ശക്തമായിട്ട് അന്വേഷണത്തെ ഇടപെടുമെന്നും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് കോടതിയിൽ നിന്ന് ശരിയായ ഉത്തരം ഈ SITയെ കൊണ്ട് പറയിപ്പിക്കും എന്നുമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആ പ്രതീക്ഷ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എനിക്ക് നിങ്ങളുടെ സഹായം തുടർന്നും ആവശ്യമുണ്ട്. വലിയ സഹായമാണ്, വലിയ പിന്തുണയാണ് നമ്മുടെ പ്രേക്ഷകർ നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ അളവൊന്ന് കൂട്ടുക എന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകൾ നമ്മുടെ ചാനൽ കാണണം, കൂടുതൽ സബ്സ്ക്രിപ്ഷൻ വരണം. ഒന്നും ചെയ്യേണ്ട, നമ്മുടെ ചാനൽ കാണുമ്പോൾ അതിൽ IND എന്ന് പറയുന്ന ഇന്ത്യ ലൈവിൻ്റെ ലോഗോ ഇടതുവശത്ത് കാണാം. നിങ്ങൾ അതിലൊന്ന് വിരലമർത്തിയാൽ ചാനൽ ഓപ്പണായി വരും. സബ്സ്ക്രൈബ് എന്നുള്ള ഒരു ബാർ കാണും, അവിടെ ഒന്ന് വിരലമർത്തുക. പിന്നെ തൊട്ടുപുറത്ത് ഒരു ബെൽ ഐക്കണുണ്ട്, അതും കൂടി ഒന്ന് അമർത്തി ഇന്ത്യ ലൈവിനെ അതിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ സഹായിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടണും അമർത്തണം.